നമ്മുടെ പ്രിയപ്പെട്ട അനീഷിന്റെ വേദിയിലേക്ക് കയ്യടിയോടെ നമുക്ക് വിളിക്കാം അനീഷിനെ. ശ്രീ അനീഷ് ടി എ. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. എന്നേരം തുഴഞ്ഞ് അല്ലെ, തുഴഞ്ഞ് എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലെ. ഒരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്. അനീഷേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ എന്താണ് ഒരു ആഹ്ലാദ ഇതിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇറങ്ങിയതേ ഉള്ളൂ. എങ്ങനെയാണ് മാറിയത് ലൈഫ്? ബിഗ് ബോസിന് മുൻപും ബിഗ് ബോസിന് ശേഷവും എന്നതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അതെ. അതിനു മുൻപ് എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ തൊട്ട നമസ്കാരം പറയാണ്. കാരണം ഇങ്ങനെയൊരു വേദി കിട്ടുക എന്ന് പറയുന്നത് ബിഗ് ബോസിന് മുൻപ് എനിക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ എനിക്കത് കിട്ടിയിരിക്കുന്നു. അപ്പോ ആദ്യമേ തന്നെ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അല്ല, ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ ഒരു കോളേജ് കാലഘട്ടമൊക്കെ ആയപ്പോ കോളേജ് കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ മനസ്സിൽ ആ ഒരു ചോരത്തളപ്പിൽ എനിക്ക് തോന്നി, ഇങ്ങനെ പോയാ പോരാ, എനിക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ കുറച്ചൊക്കെ കഴിവ് തെളിയിക്കണം, 4 പേര് അറിയുന്ന ഒരു വ്യക്തിത്വമാവണം എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ചു തുടങ്ങി, ഏതാണ് എന്റെ ഒരു സ്ട്രോങ് പോയിന്റ്, സ്പോർട്സ് ആണോ അല്ലെങ്കിൽ ആർട്സ് ആണോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷണത്തിലൊടുവില് ഞാൻ കണ്ടെത്തി മലയാളമാണ് എന്റെ സ്ട്രോങ് പോയിന്റ് എന്നുള്ളത്. അപ്പോ പിന്നെ മലയാളത്തിൽ എന്ത് ചെയ്യാം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ആ സമയത്ത് ഞാൻ എഴുതുമായിരുന്നു. കഥ, കവിത, ലേഖനം, അതുപോലെ തന്നെ പ്രസംഗം തുടങ്ങി എല്ലാ മത്സരങ്ങളും, മോണാക്ട് തുടങ്ങി കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. പിന്നീട് എന്റെ ഒരു ആഗ്രഹം ഒരു ബുക്ക് എഴുതണം എന്നുള്ളതായി. പക്ഷെ അത് അകന്നു നിന്നു. അത് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ജോലിയായി, പിന്നെ ജോലിയുടെ തിരക്കായി, അങ്ങനെ ജീവിതം പോകുമ്പോ എനിക്ക് തോന്നി ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെ പുഷ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്, എന്നെ പുഷ് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ പുസ്തകം എഴുതാനായിട്ട് തുനിഞ്ഞു. അങ്ങനെ എന്റെ ആദ്യത്തെ പുസ്തകം എന്നേരം തുഴഞ്ഞ് എന്ന പുസ്തകം പുറത്തിറങ്ങി. ഇപ്പോഴത് ബെസ്റ്റ് സെല്ലറായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ആഗ്രഹം തലയ്ക്ക് പിടിച്ചത്. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഹരം കൊള്ളിക്കുന്ന ഒരു ഷോയായിരുന്നു. അങ്ങനെ ആ ഷോയിലേക്ക് ഭാഗ്യവശാൽ ഞാൻ എത്തപ്പെട്ടു. അങ്ങനെ ആദ്യത്തെ കോമണറായി, ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ കോമണറായി, ഫസ്റ്റ് റണ്ണറപ്പായി നിങ്ങളുടെ മുന്നിൽ അനീഷേട്ടനായിട്ട് ഇങ്ങനെ വന്നു നിൽക്കുന്നു. ഒരുപാട് സന്തോഷം. അനീഷ്, അപ്പോ അനീഷേട്ടൻ തന്നെ വിളിക്കാല്ലേ? എല്ലാവരും അനീഷേട്ടൻ വിളിക്കുന്നതാണോ ഇഷ്ടം? അപ്പൊ അനീഷേട്ടന്റെ എഴുത്ത് എവിടെ വരെയായി? ഇപ്പോൾ തുടർന്ന് എഴുതുന്നുണ്ട്. ഇപ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസിനപ്പുറത്ത് ഈ സാഹിത്യം കൂടി തുടരണ്ടേ? അതെ, സാഹിത്യം എപ്പോഴും എല്ലാ കാലത്തും എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോ എന്റെ 2ാമത്തെ പുസ്തകം പുറത്തിറങ്ങാനായിട്ട് പോവാണ്. ജനുവരി അവസാനത്തോടുകൂടെ 2ാമത്തെ പുസ്തകം ഒരു നോവലാണ് പുറത്തിറങ്ങും. അപ്പൊ ഒരു എന്താ പറയാ, ആദ്യത്തെ പുസ്തകം എന്നേരം തുഴഞ്ഞ് എന്റെ ഓർമ്മക്കുറിപ്പുകളായിരുന്നു. 2ാമത്തെ പുസ്തകം നോവലാണ്, കുറച്ച് റിസർച്ച് ചെയ്തിട്ട് എഴുതിയിരിക്കുന്ന നോവലാണ്. ഒത്തിരി പ്രതീക്ഷകളോടെയാണ് ഞാൻ ഈ പുസ്തകത്തിലേക്ക് നോക്കുന്നത്. നിങ്ങൾക്കും ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ഇഷ്ടപ്പെടും. ഒരു സാഹിത്യത്തില് കുറച്ചും കൂടെ ആഴ്ന്നിറങ്ങിക്കൊണ്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ എഴുത്ത് ഒരിക്കലും ഞാൻ കളയില്ല. എഴുത്ത് എന്ന് പറയുന്നത് എന്റെ ജീവശ്വാസമാണ്. ഇപ്പൊ 2ാമത്തെ പുസ്തകം റിലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് 3ാമത്തെ പുസ്തകത്തിന്റെ പണിപ്പുരയിലേക്ക് ഞാൻ കടക്കും. ഒരു ട്രെൻഡ് സെറ്ററും കൂടിയാണ് കേട്ടോ എൽദോ. കാരണം ആ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം, അത് നമ്മൾ കേൾക്കുമായിരുന്നു അല്ലെ? അത് മലയാളത്തിൽ തന്നെ പറയണം. അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചു പോയതാണോ, അത് ഏതെങ്കിലുമൊക്കെ സംഭവിച്ചു പോയതാണോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു എഴുത്തുകാരനാണ്. മലയാളത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ മലയാളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്റെ ഒരു ഹൃദയത്തിലുണ്ട്, അല്ലെങ്കിൽ എന്റെ ഒരു മനസ്സിലുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് പകരം സുപ്രഭാതം എന്ന് പറയുന്ന വാക്ക് വന്നുപോയതാണ്. മലയാളത്തിനെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് പ്രൊമോട്ട് ചെയ്യുക? അതെന്റെ ഒരു കടമ കൂടിയാണ്. അപ്പൊ ആ ഒരു കടമ ഞാൻ ചെയ്തു എന്ന് മാത്രമാണ് വിശ്വസിക്കുന്നത്. അത് ഒരുപാട് കുട്ടികളിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് സ്കൂളിലും കോളേജിലും ഒക്കെ സുപ്രഭാതം പറയുന്നു എന്നറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ബിഗ് ബോസിലെ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ എപ്പോഴും. അപ്പോൾ അടുത്ത ഒരു നോവലോ അല്ലെങ്കിൽ ഒരു കഥയോ സമാഹാരം എന്തോ ആവട്ടെ, ബിഗ് ബോസ് കഥകൾ എഴുത്തിലൂടെ വരുന്നു.
ബിഗ് ബോസിന്റെ കഥകൾ എഴുത്തിലൂടെ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ബിഗ് ബോസിനെ കുറിച്ച് എന്തായാലും എഴുതാനായിട്ട് സാധിക്കില്ല. പക്ഷെ അതിന്റെ ഒരു ഫ്ലേവറോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും എഴുതണം, അല്ലെങ്കിൽ അവിടെ കിട്ടിയ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊക്കെ വന്നു പോകുമെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് ഒരിക്കൽ യു സോ കൂടി മച്ച്. അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ കൺഗ്രാറ്റ്സ് അഗെയിൻ. ഒരിക്കലും താങ്ക് യു സോ മച്ച് ശ്രീ അനീഷ്. താങ്ക് യു.